നിന്നെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന എനിക്കറിയില്ല. എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രാഹുൽ തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാ കമീല. അന്ന് നടന്നൊരു മർഡർ അറ്റംപ്റ്റ് തന്നെയാന്ന് രാഹുൽ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ വീണ്ടും അപായപ്പെടുത്തുന്നുള്ള ഭയം കൊണ്ടാവാം രാഹുൽ ഇത്രയും കാലം പോർച്ചുഗലിൽ തന്നെ കഴിഞ്ഞത്. സെനിയോർ മരിച്ചപ്പോൾ തടസ്സങ്ങളൊക്കെ മാറിയല്ലോ, അതുകൊണ്ടാവാൻ തിരിച്ചു വന്ന. കമീല രാഹുൽ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എനിക്കറിയാം സാർ. രാഹുലിന്റെ ഓർമ്മകൾ നിലനിർത്താൻ ഞാനൊരു ഉപകരണമായിരുന്നുള്ളൂ. പിന്നെ കോമാളിയായ ഒരു സർവനോടുള്ള ഇഷ്ടവും. അല്ലാതെ അവർക്ക് എന്നോടെന്താ? എനിക്ക് സങ്കടമൊന്നുമില്ല സാർ. സാറ് പറഞ്ഞപ്പോ ഞാനും ചില സ്വപ്നങ്ങളൊക്കെ കണ്ടുപോയി, അത്രേ ഉള്ളൂ. അവനവന്റെ നിലക്കനുസരിച്ച് സ്വപ്നങ്ങൾ കാണാൻ പാടുള്ളൂ. സാരമില്ല സാർ, ഞാൻ അടുക്കളയിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു ആലോചന നടന്ന കാര്യം ഇനി കമീല ഒരിക്കലും അറിയരുത്. ഇത് നാട്ടിലെ ഇടവക പള്ളിന്ന് അച്ഛൻ തന്ന ചീട്ടാ. ഇത് ഇവിടുത്തെ പള്ളിയിൽ കൊടുത്താലേ പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ പറ്റുള്ളൂ. അതിങ്ങോട്ട് തന്നേ മച്ചി. എന്റെ കല്യാണം എന്നൊക്കെ ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞല്ലേ. ഇത്രയും വലിയ വീട്ടിലൊരു മദാമ പെണ്ണിനെ ഇവിടുത്തെ അടുക്കളക്കാരനായി എനിക്ക് കെട്ടിച്ചേരുമെന്ന് അമ്മച്ചിക്ക് തോന്നണ്ടോ? അമ്മച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഈ നാടൊക്കെ കാണിക്കാൻ ഞാൻ പറഞ്ഞൊരു സൂത്രമല്ലേ അത്. എന്റെ കല്യാണം എന്ന് പറഞ്ഞില്ലെങ്കിൽ തട്ടുകട ഉപേക്ഷിച്ച് ലില്ലിക്കുട്ടി തറവാട്ടിലേക്ക് അമ്മച്ചിന്റെ കൂടെ വരൂ. നീ എന്തീ പറയണേ സാറേ? നേരാണോ സാറേ? പിന്നെ നേരല്ലാതെ. അമ്മച്ചിക്ക് ഒരു റെസ്റ്റ് വേണ്ടേ? എന്നും തട്ടുകടയിൽ പാത്രം കഴുകി നിന്നാ മതിയോ? ഈ നാട്ടിൽ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അമ്മച്ചി ഫ്ലെമിംഗോ ഡാൻസ് കണ്ടിട്ടില്ലല്ലോ? അതുപോലെ കാളപ്പോര് എല്ലാം കണ്ടിട്ട് നമുക്ക് സാവകാശം നാട്ടിലേക്ക് പോവാം കേട്ടോ. എന്റെ നോവൽ ഞാൻ ഇനി എങ്ങനെ ഫിനിഷ് ചെയ്യും? നീ മസാല ദോശയെ എലിവേഷൻ വെച്ച് രാഹുലിനെ കൊല്ലുന്നിടത്ത് ഫിനിഷ് ചെയ്യണോ, അതോ മേനോൻ സാർ നിന്നെ ഹണ്ടിങ്ങിന് കൊണ്ടുപോയിട്ട് കാട്ടുമന്നിക്ക് പകരം നിന്നെ വെടിവെച്ച് കൊല്ലുന്നിടത്ത് ഫിനിഷ് ചെയ്യണോ? മിണ്ടാതിരുന്നല്ലേ ഈ പപ്പേനെ ഫിനിഷ് ചെയ്യോട്ടോ. വെറുതെ അല്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചൂടാകുന്നത്. ആ ചെകുത്താനെ കണ്ട് നീ പഠിക്കരുത്. ആ ചെകുത്താനെ സാഹിത്യ അലർജിയാണ്. ഇവളിങ്ങനെ മലയാളം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? നന്നായി പോയി. പപ്പേനെ ഇപ്പൊ ഒരു സമാധാനമായല്ലോ. Ya te dije que esta boda nunca se celebraría. Ahora, ¿qué me vas a decir? എന്താ അയാള് പറഞ്ഞത്? നീ കല്യാണം കഴിക്കാതെ പോയെന്നാ പറഞ്ഞത്. അവൻ എന്തിന്റെ ക്രിമീഡിയ വന്നപ്പോലെ എന്റെ പക്കിട്ട് കയറണത്? ഇതിനെ ആ വംശീയ അധിക്ഷേപം എന്ന് പറയുന്നത്. കാലാകാലങ്ങളായി വെളുത്തവൻ നിറം മങ്ങിയവനോട് കാണിക്കുന്ന അധിക്ഷേപം. നീ അത് മൈൻഡ് ചെയ്യണ്ട. ഈ രാഹുൽ തിരിച്ചു വന്ന എല്ലാത്തിനും കുഴപ്പമായത്. ഇതിനെക്കുറിച്ച് ഞാനൊരു കഥ എഴുതുന്നുണ്ട്. തിരിച്ചു വന്ന മാരണം അഥവാ കരയിലേക്ക് വന്ന കടലാമ്മ. ഈ പപ്പേന്റെ ഒരു കാര്യം. നീ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, സമാധാനമായി. നീ നോക്കിക്കോ, എന്റെ നോവൽ അവസാനം കമീലയെ നീ സ്വന്തമാക്കിയതായിട്ടേ ഞാൻ എഴുതൂ. എന്താ കാര്യം? ഞാൻ എഴുതിയ അറം പറ്റും. ചെസ് കളിക്കണ ചങ്ങാതി സെന്യോർ മരിക്കുന്നതായിട്ട് ഞാൻ എഴുതിയില്ലേ? എന്നിട്ട് മരിച്ചില്ലേ? ഇനി മേനോൻ സാറിനെ തൂക്കിക്കൊല്ലുന്ന കാര്യം. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. വെറുതെ വേണ്ടാത്തൊന്നും പറയില്ല കേട്ടോ. രാത്രിയിൽ ചുമ്മാ കസേരയില് സീഡിയും കണ്ടിരുന്ന മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതോ അതോ കൊന്നതോ? ആ കഥയുടെ ചുരുളുകൾ ഞാൻ അഴിക്കും മോനെ. അല്ല, നിന്റെ കല്യാണം ഉറപ്പിച്ച സെന്യോറല്ലേ? ആ വൈരാഗ്യത്തിന് അങ്ങനെ തട്ടിക്കളഞ്ഞതായിക്കൂടെ? ആര്? നീയും കമീലയുമായിട്ടുള്ള വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരുവൻ. ഒരുപാട് ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരു CBI കുറിപ്പിന്റെ CD കണ്ടേ പറ്റൂ. നിന്റെ കാര്യോർത്ത് ഞാൻ ഒരുപാട് തീ തന്നിട്ടുണ്ട്. നീ ജീവിച്ചിരിക്കുന്ന വിവരം അമ്മയെങ്കിലും ഒന്ന് അറിയിക്കാമായിരുന്നു. കുട്ടിക്കാലം മുതലേ ഇങ്ങനെയാ, ഒന്നും ആരോടും പറയില്ല. ഒറ്റയ്ക്കൊരു മുറിയിൽ ഒതുങ്ങിക്കൂടാനേ എപ്പോഴും ഇഷ്ടം. നിന്റെ അടുത്ത് വന്നപ്പോഴാ പിന്നെയും കുറെ മാറ്റങ്ങളുണ്ടായത്. No, gracias.
എന്താ ഇവിടെ ഇങ്ങനെ തനിച്ചു നിൽക്കുന്നത്? Charlie, you! When did you come home? എന്നെ പലപ്പോഴും കണ്ടിട്ടും അങ്ങോട്ട് മനസ്സിലായില്ലാന്ന് തോന്നി. അതുകൊണ്ടാ ഇങ്ങനെ ഒരു ഒരു സർപ്രൈസ് ഉണ്ടാകാമെന്നു പറഞ്ഞത്. ഇത്രവലിയ സർപ്രൈസ് ആയിരിക്കുമെന്നു ഞാൻ ഒരിക്കലും കരുതില്ല. You already knew that Rahul was alive, don't you? എന്തായാലും സന്തോഷായില്ലേ? ജീവിതം അങ്ങനെയാക്കിയ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് ചിലപ്പോൾ തിരിച്ചു കിട്ടും, സ്വന്തമായെന്ന് കരുതിയത് ചിലപ്പോൾ നഷ്ടപ്പെടും. ഞാൻ കിച്ചണിലേക്ക് ചെല്ലട്ടെ. Charlie? Now Rahul is with me. So, ഇനിവന്റെ വോയിസിൽ സംസാരിക്കേണ്ട. സോറി, ഞാൻ അറിയാതെ പഴയ പോലെ. ശരിയാ, ഇനിയിപ്പോ ഞാനെന്തിനാ? സോറി സോറി. ഞാനൊരു ഭീരുവായതുകൊണ്ടോ മരണത്തെ ഭയന്നതോ കൊണ്ടോ അല്ല ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നത്. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ എൻ്റെ സ്നേഹം ഒരു നന്ദികേടായിരുന്നു. ചെറുപ്പം മുതലേ ഇവിടുത്തെ പണം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. നല്ലൊരു ജോലി ശരിയാക്കി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും സെന്നോറ. എന്നിട്ടും ഞാൻ നന്ദികേടല്ലേ കാണിച്ചത്. അതിനുള്ള ശിക്ഷ അദ്ദേഹം നൽകിയെന്നേ ഞാൻ കരുതുന്നുള്ളൂ. പിന്നീട് എല്ലാം മറന്നുള്ള ഒരു ജീവിതമായിരുന്നു. അദ്ദേഹം മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അവസാനമായിട്ടൊന്ന് കാണണമെന്ന് തോന്നി. നീ എന്നെ മറന്ന് മറ്റൊരു ജീവിതം തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോഴും എൻ്റെ ഓർമ്മകളുമായി നീ കഴിയുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തോക്കുകയായിരുന്നു. Leave the past. റൂമിലേക്ക് വരുമ്പോൾ നോക്ക് ചെയ്തിട്ട് വരണമെന്ന് അറിയില്ല നിനക്ക്? അത് വൈൻ കൊണ്ടുവരാൻ പറഞ്ഞ സാറ് തന്നെയല്ലേ? അപ്പൊ സാറിന് അറിയില്ലേ ഞാൻ ഉടനെ തന്നെ വരൂന്ന്? പക്ഷെ എനിക്കറിയില്ലല്ലോ സാർ ഉടനെ കയറി കെട്ടിപ്പിടിക്കൂന്ന്. മാനേഴ്സ് ഇല്ലാതെ പെരുമാറിയിട്ട് നിന്ന് ന്യായം പറയുന്നു. Get out, idiot. ചാർലിയോട് ദേഷ്യപ്പെരുണ്ടായിരുന്നു. പിന്നെ എന്താ വേണ്ടത്? In your absence, it made me feel that you were beside me. രാഹുലിന്റെ അതേ വോയിസിൽ ചാർലി സംസാരിക്കും. It gave life to your memories. When Charlie was around, I never missed you. എന്നെ പോലെ നീ അവനെയും കണ്ടിരുന്നോ? വന്നിട്ടൊരു വിശേഷം ചോദിക്കാൻ പോലും പറ്റിയില്ല. സത്യം പറഞ്ഞ എന്റെ മോൻ വന്ന സന്തോഷത്തില് മറ്റാരും എന്റെ കണ്ണി പെടുന്നുണ്ടായിരുന്നില്ല. അമ്മച്ചി വിശേഷം പറയാൻ തുടങ്ങിയിട്ട് പിന്നെ നിർത്തിയില്ല എന്നോട് കുറ്റം പറയരുത് ട്ടോ. ഒന്ന് പോടാ. എവിടെ പോയിരുന്നു രണ്ടാളും കൂടെ? ഇവൻ എന്നെ നാട് കാണിക്കാൻ കൊണ്ട് നടക്കല്ലേ? ഇവിടുത്തെ പ്രധാന വിനോദം കാളപ്പോരല്ലേ, അതൊന്ന് കാണിക്കാൻ കൊണ്ടുപോയതാ. പക്ഷെ സന്തോഷിക്കാൻ കൊണ്ടുപോയിട്ട് സങ്കടമായിട്ടാ പിരിഞ്ഞേ. അതെന്താ? ആളുകൾക്ക് രസിക്കാൻ വേണ്ടിയിട്ട് ഒരു മൃഗത്തിനെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് കൊല്ലാൻ പാടില്ലെന്നാ അമ്മച്ചി പറയണേ. നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെ തോന്നൂ. നിങ്ങളുടെയൊക്കെ നല്ല മനസ്സാ. പപ്പൻ പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്നോടും മോനോടും നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നരുത്. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. ചാർലിയുടെയും കമീലയുടെയും കല്യാണത്തിന് ശേഷമാണ് രാഹുൽ തിരിച്ചു വന്നതെങ്കിൽ പിന്നീട് ഇവരുടെ ജീവിതത്തിന് ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവൂ. ഇവരുടെ വിവാഹത്തിന് മുൻപ് ദയവായിട്ടാ അവനെ തിരിച്ചു കൊണ്ടുവന്നെന്ന് കരുതിയാൽ മതി. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മകനെ തിരിച്ചു കിട്ടിയ ഒരു അമ്മയുടെ അപേക്ഷ. എന്റെ മകനെ ശപിക്കുന്ന മനസ്സോടെ ആരും നോക്കിക്കാണരുത്. നീ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? രാഹുല് തിരിച്ചു വന്നപ്പോ അവരെന്നെ വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞ
അമ്മച്ചിക്ക് വിഷമാവൂലേ? അതുകൊണ്ടാ. സാരില്ല അമ്മച്ചി.